ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയറുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോയുടെ മാധ്യമ പ്രവർത്തകനായ ഡിയഗോ ഡാൻഡസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, നെയ്മർ ജൂനിയർ ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ്. അദ്ദേഹം എന്ന് ബോൾ കൊണ്ടുള്ള ട്രെയിനിങ് അഥവാ ഗ്രൂപ്പിനോടൊപ്പമുള്ള ട്രെയിനിങ് ആരംഭിക്കും എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത്. നെയ്മർ ബ്രസീലിയൻ ക്യാമ്പിൽ എത്തിയതിനു ശേഷം ഇതുവരെ ചിലവഴിച്ചത് ജിമ്മിൽ മാത്രമാണ്. കളിക്കളത്തിൽ ഇതുവരെ നെയ്മർ ജൂനിയർ ട്രെയിനിങ് നടത്തിയിട്ടില്ല. അതിനുള്ള അനുമതി അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അദ്ദേഹം ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതായത് ബ്രസീലിന്റെ മെഡിക്കൽ സ്റ്റാഫുകൾ ഇതുവരെ നെയ്മർക്ക് അനുവദിച്ചിട്ടുള്ളത് 3 ആഴ്ചത്തെ സമയമാണ്. പരിക്കിൽ നിന്നും റിക്കവർ ആവാനുള്ള സമയമായിക്കൊണ്ട് അനുവദിച്ചത് 3 ആഴ്ചയാണ്. ആ 3 ആഴ്ചത്തെ സമയം ഇപ്പോൾ അവസാനിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ഈ മാസം 17-ാം തീയതിയോടുകൂടി ആ 3 ആഴ്ചത്തെ സമയം അവസാനിക്കുകയാണ്. അതിനു മുന്നേ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തൽ നെയ്മർക്ക് നിർബന്ധമാണ്. അതായത് 17-ാം തീയതിയോ അതല്ലെങ്കിൽ അതിനു മുന്നെയോ ആയിക്കൊണ്ട് നെയ്മർ ജൂനിയർ ഗ്രൂപ്പിനോടൊപ്പം ട്രെയിനിങ് നടത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. നമുക്കറിയാം, ഞായറാഴ്ച പുലർച്ചെയാണ് മൊറോക്കോക്കെതിരെയുള്ള മത്സരം ബ്രസീൽ കളിക്കുന്നത്. ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ ഉണ്ടാവില്ല. പിന്നീട് 19-ാം തീയതിയാണ് ഹെയ്ത്തിക്കെതിരെ ഒരു മത്സരം ബ്രസീൽ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ 17-ാം തീയതിയെങ്കിലും നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തണം, അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരണം എന്നാണ് ബ്രസീലിന്റെ സ്റ്റാഫ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. 17-ാം തീയതിയോ അതിന് മുന്നേയോ ആയിക്കൊണ്ട് നെയ്മർ ജൂനിയർ ഗ്രൂപ്പിനോടൊപ്പം ജോയിൻ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ അതിനു മുന്നേ നെയ്മറെ കൂടുതൽ സ്കാനിങ്ങുകൾക്ക് വിധേയമാക്കും. ആ ഒരു മെഡിക്കൽ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമാണ് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഉണ്ടാവുക, അതല്ലെങ്കിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷെ 17-ാം തീയതി ആവുമ്പോഴേക്കും നെയ്മറെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ഇപ്പോൾ ബ്രസീലിന്റെ മെഡിക്കൽ സ്റ്റാഫിന്റെ ലക്ഷ്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.